ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. നമ്മുടെ ബേസിക് സയൻസിന്റെ 7th യൂണിറ്റ് ആണല്ലേ മക്കളെ ഇപ്പൊ അടിച്ചു പൊളിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂണിറ്റിന്റെ പേരെന്തായിരുന്നു? വിൻഡോസ് ഓഫ് നോളജ് അല്ലെങ്കിൽ അറിവിന്റെ ജാലകങ്ങൾ. ഓക്കെ, അപ്പം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുറേ നോളജ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്നും അഡീഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ മക്കൾ വിചാരിക്കും മിസ് എല്ലാ യൂണിറ്റിൽ നിന്നും കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ അല്ലെ. പക്ഷെ നമ്മളുടെ ബോഡിയുമായി ബന്ധപ്പെട്ട കുറേ മോർ ആൻഡ് മോർ ഇൻഫോർമേഷൻസ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടും. ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ഐസ്, അതായത് കണ്ണ് നമുക്ക് നൽകുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ കണ്ണിന്റെ പ്രാധാന്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ അതിന്റെ ഒരു ലിങ്ക് ഉണ്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ കണ്ണ് മാത്രം മതിയോ? നമുക്കൊന്ന് നമ്മുടെ ലൈഫ് ഒന്ന് സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് കണ്ണ് മാത്രം മതിയോ? കാഴ്ച മാത്രം സാധ്യമായാൽ മതിയോ? അല്ല, ഇപ്പൊ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു പൊസിഷനിൽ നിങ്ങൾ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് കണ്ണടച്ചൊന്ന് നിന്ന് നോക്കിക്കേ. എവിടെയാണോ നിങ്ങളുള്ളത് ഒന്നൊന്ന് കണ്ണടച്ചൊന്ന് ഇരുന്ന് നോക്കിക്കേ. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് മൊത്തം ഇരുട്ടായിരിക്കും, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ അതേ സമയം നമുക്ക് ചുറ്റുമുണ്ടാവുന്ന പല ശബ്ദങ്ങളും പല വിധത്തിലുള്ള സൗണ്ടുകളും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കുറച്ച് ദൂരെ നിന്ന് ഒരാൾ വർത്താനം പറയുന്നത് പോലും വളരെ മൈന്യൂട്ടായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ ഈ കേൾവി സാധ്യമാകാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലുള്ള അവയവം ഏതാണ്? എല്ലാവർക്കും അറിയാം, നമ്മുടെ ചെവിയാണല്ലേ. അപ്പം ഈ ചെവിയാണ് നമ്മെ കേൾക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ചെവിയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചെവി എന്ന് പറയുവാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചെവി നോക്കുമ്പോൾ നമുക്കിതാ ഇതുപോലെയുള്ളൊരു ചിത്രമാണല്ലേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അപ്പൊ ഈ ഒരു ചെവിയുടെ പുറംഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ ഈ ചെവിയുടെ ഈ ഒരു പുറംഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചെവിക്കുട എന്ന് പറയുന്നത്. അപ്പൊ ചെവിക്കുടയുടെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് എന്താണെന്നും കൂടി ഒന്ന് നോക്കിയാലോ. അപ്പം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെവിനെ അറിയണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ചെവിയുടെ ഒരു സ്ട്രക്ചർ കാണാൻ സാധിക്കും. ആ ചെവിയുടെ ഏറ്റവും പുറമേ നമുക്ക് കാണുന്ന ആ ഒരു ഭാഗമാണ് ചെവിക്കുട അല്ലെങ്കിൽ പിന്ന എന്ന് പറയുന്നത്. ഓക്കെ, ചെവിക്കുട അല്ലെങ്കിൽ പിന്ന എന്ന് പറയുന്നത്. അപ്പൊ ഈ ചെവിക്കുടയുടെ ധർമ്മം എന്താന്ന് ചോദിച്ചാൽ മക്കൾ പറയണം, നമ്മുടെ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള സൗണ്ട് അല്ലെങ്കിൽ ശബ്ദങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അതൊക്കെ നമ്മുടെ തലച്ചോറിലേക്ക് വരുന്നത് എവിടെ നിന്നാണ്? ഈ ചെവിക്കുടയിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഈ ചെവിക്കുട എന്ത് ചെയ്യും? സൗണ്ട് ഒക്കെ ശേഖരിക്കും. എന്നിട്ട് ഈ ഒരു ഭാഗത്തിലൂടെ നമ്മുടെ ചെവിക്കുള്ളിലെ ഇത്രയും ഡിഫറെന്റ് ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മുടെ തലച്ചോറിലെത്തും. അങ്ങനെയാണ് നമുക്ക് കേൾവി സാധ്യമാവുന്നത്. ഓക്കെ, അപ്പൊ ചെവിക്കുടെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, നമ്മുടെ ചെവിക്കുടയാണ് സൗണ്ടിനെ ശേഖരിച്ചിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ നോക്കിക്കേ, നാം കാണുന്നത് എങ്ങനെയാണ്? ചെവിയുടെ പുറത്തുള്ള ചെവിക്കുട മാത്രമാണ്. ആ ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ ചെവിക്കുട ചെയ്യുന്നത്. ഈ ശബ്ദം ചെവിയിലുള്ളിലെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് തലച്ചോറിൽ എത്തുമ്പോഴാണ് നമുക്ക് സൗണ്ട് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നത്. What we see is pinna, the outer part of the ear. The role of the pinna is to receive sound and direct them into the ear. And it is when these sound pass through different part of the ear and reach the brain that we can recognize the sound. ഓക്കെ, അപ്പൊ എന്താണ് ചെവിക്കുടിയുടെ പ്രാധാന്യം എന്നൊരു ഐഡിയ കിട്ടിയില്ലേ മക്കൾക്ക്? കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ ചെവിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. അപ്പം ഈ ചെവിക്ക് ഡാമേജ് പറ്റുന്ന പല സിറ്റുവേഷനും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പൊ ഓരോന്നോരോന്ന് നോക്കിയാലോ. ചെവിക്കുള്ളിൽ ചെവിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ചെവിക്കുള്ളിലേക്ക് മക്കൾ കൂർത്ത വസ്തുക്കളൊന്നും ഇടരുത് കേട്ടോ. അതുപോലെ തന്നെ വലിയ ശബ്ദങ്ങൾ നിങ്ങൾ തുടർച്ചയായി കേൾക്കരുത്. നമുക്കറിയാം, ഒരു പെരുന്നാൾ അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ നമ്മൾ പങ്കെടുക്കുന്ന സമയം ഭയങ്കര വെടിക്കെട്ടും ഭയങ്കര പടക്കമൊക്കെ ആയിരിക്കും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി സൗണ്ട് ആയിരിക്കും. അപ്പൊ അത്രയും സൗണ്ട് ഈ കുഞ്ഞു കുട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ പടക്കത്തിന്റെയും അതുപോലെ തന്നെ നല്ല ഹെവി സൗണ്ട് ഒന്നും ഇങ്ങനെ തുടർച്ചയായിട്ട് ആ കൂട്ടുകാരെ കേൾപ്പിക്കാൻ ശ്രമിക്കരുത് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഒന്നെങ്കിൽ നിങ്ങൾ ആ സമയം എന്ത് ചെയ്യണം, നിങ്ങളുടെ അനിയത്തിമാരുടെയും അനിയന്മാരുടെയും ഒക്കെ ചെവി ഇങ്ങനെ ഒന്ന് പൊത്തിപ്പിടിക്കാനൊക്കെ ശ്രമിക്കണം. അപ്പൊ 2
കാര്യമാണ് ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കൾ ഇടരുത്. രണ്ടാമത്തെ കാര്യം എന്താണ്, നല്ല കട്ടിയുള്ള സൗണ്ട് അല്ലെങ്കിൽ വലിയ ശബ്ദങ്ങൾ തുടർച്ചയായിട്ട് കേൾക്കരുത്. പിന്നെ അത് മാത്രമല്ല, ഈ കുഞ്ഞു കുട്ടികൾ എപ്പോഴും കുളിക്കുമ്പോഴൊക്കെ എന്താണ്, കുറേ വെള്ളം കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെവിയിൽ ഒഴിച്ചിട്ട് അതൊക്കെ വെച്ച് നമ്മൾ ഒരു തമാശ പോലെ ചെയ്യും. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യരുത്. ചെവിക്കുള്ളിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ മറ്റു ദ്രാവകങ്ങളോ ഒന്നും നിങ്ങൾ ഒഴിക്കരുത്. ചെവിക്കുള്ളിൽ വെള്ളമോ മറ്റു ദ്രാവകങ്ങളോ ഒഴിക്കരുത്. ഇനി അത് മാത്രമല്ല, നമ്മൾ ഈ ക്ലാസ്സിൽ നിന്നെങ്ങാനും തല്ലൊക്കെ കൂടുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്താണ്, ചെവി സംരക്ഷിക്കണം. ചെവിക്ക് യാതൊരു വിധത്തിലുള്ള ആഘാതവും ഏൽപ്പിക്കരുത്. അങ്ങനെ നിങ്ങൾ നല്ല കുട്ടികളാണ് എന്ന് മിസ്സിന് അറിയാം, വഴക്കൊന്നും ഉണ്ടാക്കരുത്, കുറുമ്പൊന്നും കാണിക്കരുത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ചെവിക്ക് യാതൊരു വിധത്തിലുള്ള ആഘാതവും ഏൽക്കാതെ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ആലോചിക്കണം. നമ്മുടെ ചെവിയെ സംരക്ഷിക്കാൻ വേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് കാഴ്ചയോടൊപ്പം തന്നെ എന്താണ്, നമുക്ക് കേൾവിയും അനിവാര്യമാണ്. അപ്പൊ കേൾവി സാധ്യമാക്കുന്നത് നമ്മുടെ ഈ ഒരു ചെവിയാണ്. അപ്പൊ ചെവിയെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അപ്പം നമ്മുടെ മനുഷ്യന്മാരുടെ ഗണത്തില് ഇപ്പം ചെവി എന്ന് പറയുന്നത് കേൾവി സാധ്യമാവുന്ന ഒരു അവയവമാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി പാമ്പുകൾക്ക് എങ്ങനെയാണ്, അവർക്ക് ചെവിയുണ്ടോ? എന്താ കൂട്ടുകാരുടെ അഭിപ്രായം? പാമ്പുകൾക്ക് എക്സ്റ്റേണൽ ഇയർ ഇല്ല, അതായത് ബാഹ്യകർണങ്ങളില്ല. അവർക്ക് എന്താ ഉള്ളത്, ഇന്റേണൽ ഇയർ ആണ്. അതായത് പാമ്പുകൾക്ക് ബാഹ്യകർണം ഇല്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാവുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, നമ്മളൊക്കെ സൗണ്ട് എങ്ങനെയാ കേൾക്കുന്നത്, എയറിൽ കൂടെ വരുന്ന സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. പക്ഷെ പാമ്പ് അല്ലെങ്കിൽ സ്നേക്ക് ഒക്കെ എങ്ങനെയാണ്, ഗ്രൗണ്ടിൽ നിന്നുമാണ് അവരെന്ത് ചെയ്യുന്നത്, സൗണ്ടിനെ റിക്കഗ്നൈസ് ചെയ്യുന്നത്. അത് കൂട്ടുകാർ ഓർക്കണം. അപ്പൊ അതിനുവേണ്ടി അവരെ സഹായിക്കുന്നത് എക്സ്റ്റേണൽ ഇയർ അല്ല, നേരെ മറിച്ച് ഇന്റേണൽ ഇയർ ആണ്. അതായത് പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന സൗണ്ട് കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലത്തിലൂടെ, ഗ്രൗണ്ടിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതും നമ്മുടെ പാമ്പുകളുടെ കേസിൽ അവർക്ക് എങ്ങനെയാണ് കേൾവി സാധ്യമാവുന്നതെന്ന് കൂട്ടുകാര് ഓർത്തു വെക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള നമ്മുടെ കേൾവി ഇല്ലാത്ത കൂട്ടുകാരും ചിലപ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കേൾവി നഷ്ടപ്പെട്ടു പോയ കൂട്ടുകാരും നമ്മുടെ ഇടയിലുണ്ടാവും. അപ്പൊ ഇങ്ങനെ കേൾവി നഷ്ടപ്പെട്ടു പോയ ആൾക്കാർക്കൊക്കെ കേൾവി എന്ന് പറയുന്ന അത് അനുഭവിക്കാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് ഡിവൈസസ് ഉണ്ട്, കുറച്ച് ഉപകരണങ്ങളുണ്ട്. നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ കേൾവി ഇല്ലാത്ത ആളുകൾ ഉപയോഗിക്കുന്ന അത്തരം ഉപകരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ശ്രവണ സഹായികൾ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. കുറെ ഹിയറിംഗ് എയ്ഡ്സ് നമുക്കിപ്പോ അവൈലബിൾ ആണ്. മക്കൾക്ക് ഇതാണ്ട് ഇവിടെ കുറെ ചിത്രങ്ങൾ കാണിച്ചു തരാം. ഇവയൊക്കെ എന്താണ്, ഓരോ വിവിധ തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡ്സ് ആണ്. അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാരെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ബസ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുന്ന സമയം നിങ്ങളുടെ മുന്നിൽ കൂടി അല്ലെങ്കിൽ പിന്നിൽ കൂടി പോകുന്ന ചേച്ചിമാരുടെ ചേട്ടന്മാരുടെ ഒക്കെ ചെവിയിൽ ഇതുപോലെ ഒരു സാധനം ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് ചിലപ്പം കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതെന്താണ്, ഒരു ഹിയറിംഗ് എയ്ഡ് ആണ്, അതായത് ഒരു ശ്രവണ സഹായിയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെവിയെ പറ്റിയും അതുപോലെ തന്നെ കേൾവിയെ പറ്റിയുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനിയും ഈ ഒരു യൂണിറ്റിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതുമായിട്ട് മിസ്സിന് അടുത്ത ദിവസം വരാം. അതുവരെ ടാറ്റാ.